ഹൃദയം നുറുങ്ങുന്നവനെ യഹോവ, മനസ്സ് തകർന്നവരെ അവൻ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സാലി കണ്ണുനീർ തൂകുമ്പോൾ മനസ്സാലിയും ദൈവത്തിനു സ്തോത്രം. അനുതാപമില്ലാത്തൊരു പ്രാർത്ഥനയും പാട്ടും നാം ചൊല്ലരുത്. പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾ ഈ സഭയെയും ഇതിൻ്റെ വിശ്വാസത്തെയും നശിപ്പിക്കുകയാണ്. അനുതാപമില്ലാത്ത ഒരു പാട്ടും അനുതാപമുള്ള പാട്ട് പാടുമ്പോൾ കീബോർഡ് വായിക്കാൻ ഒക്കുകയില്ല. അതേസമയം ക്രിസ്മസ് ഈവനിങ് നടത്താം, അതൊക്കെ അയക്കൂ, ദൈവം തന്ന കഴിവുകൾ ഉപയോഗിച്ചു. പക്ഷെ പള്ളിക്കകത്തും ആരാധനയോട്ട് മാത്രം വേണ്ട, അത്രയേ ഉള്ളൂ. അത് അസ്ഥാനമാണ്. ദൈവം ഇവിടുന്ന് ഓടിപ്പോകും. ഹൃദയം നുറുങ്ങണം, മനസ്സ് തകരണം. ഉള്ളമൊരുകുന്നൻ ചങ്കോതകരുന്നൻ കണ്ണോ നിറയുന്നൻ. ഉള്ളമൊരുകുന്നൻ ചങ്കോതകരുന്നൻ കണ്ണോ നിറയുന്നൻ രക്ഷ. നമുക്കാശ്വാസം വേണമെങ്കിൽ കരഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പൗരസ്ത്യ സഭയുടെ അസ്തിത്വത്തിനൊരു കോട്ടവും വരാതെ എങ്ങും കടമെടുക്കേണ്ട കാര്യമില്ല. അത്ഭുതം കാണാൻ എങ്ങും പോണ്ട. നിങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് വെള്ളം കുടിച്ചതിന് രാവിലെ യൂറിൻ പോയാലും അത് അത്ഭുതമാണ്, ഇല്ലെങ്കിൽ കിഴിക്കേണ്ടി വരും. ജീവിതം തന്നെ അത്ഭുതമാണ്. ദുഷ്ടവംശം അടയാളം അന്വേഷിക്കുന്നു. ഇഷ്ടംപോലെ കാശുണ്ട്, പട്ടിണിയില്ല, ബുദ്ധിമുട്ടില്ല, പിന്നെ ഇതൊന്നും മനസ്സിലാകത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വിലപ്പെട്ട സമ്മാനമാണ് കഷ്ടതയും കണ്ണുനീരും. ദൈവജനത്തിൻ്റെ അവകാശമാണ്. നീ നിലവിളിക്കും. കുഞ്ഞുങ്ങൾ മുറ്റത്ത് കരഞ്ഞാൽ വിളിച്ചാൽ അമ്മ വിളി കേൾക്കും, നിലവിളിച്ചാൽ അമ്മ ഓടിച്ചെല്ലും. ദൈവം തമ്പുരാൻ ഓടി നമ്മുടെ അടുക്കലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? നിലവിളിക്കണം. നിലവിളിക്കുമ്പോൾ തപ്പും കിന്നരും തമ്പൂറും ഒന്നും പറ്റുകയില്ല. അടിക്കാം, നെഞ്ചത്തടിക്കാം. നമ്മൾ വിശുദ്ധ കുർബാനയിൽ അടിക്കുന്ന 3 പ്രാവശ്യം എന്നോട് ഉത്തരം അരുളണം, എന്നോട് ഉത്തരം. ഏലിയാവ് അടിച്ചതാണ്. അതുകൊണ്ട് ഈ കാണുന്ന ബഹളങ്ങളൊന്നും ആവശ്യമില്ല. സഭയുടെ കൂദാശകളും നമസ്കാരങ്ങളും നോമ്പനുഷ്ഠാനങ്ങളും കുമ്പിടെല്ലാം വീട്ടിൽ നടത്തി സഭയുടെ വിചാരിച്ച് പള്ളിയിൽ വന്ന് സത്യകുംഭസാരം നടത്തി കുർബാന വെച്ച് മര്യാദയ്ക്ക് പോകാമെങ്കിൽ ദൈവം തമ്പുരാൻ ഉള്ളിലുണ്ട്. തമ്പുരാൻ ഉള്ളിൽ വന്ന തുള്ളാനൊന്നും നോക്കത്തില്ല. കുർബാന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കർത്താവ് ഉള്ളിൽ വരികയല്ലേ, അല്ലേ?